ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഞാൻ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഡിസൈപ്പിൾഷിപ്പ് ഇൻ ദ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റ്. അതാണ് പുസ്തകം മെയിൻ ടൈറ്റിൽ. പക്ഷെ ഞാൻ അതിനു മുമ്പ് തന്നെ വേറൊരു ടൈറ്റിൽ കൂടി കൊടുത്തിട്ടുണ്ട്. മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. ഇറ്റ്സ് എൻ ഓർഡർ. സകല ജനതകളെയും ശിക്ഷപ്പെടുത്തുക ഒരു ഉത്തരവാണത്, കൽപ്പനയാണത്. കർത്താവിൻ്റെ കൽപ്പന, ഉത്തിതനായ കർത്താവിൻ്റെ കൽപ്പനയാണ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. എല്ലാവരെയും ശിക്ഷപ്പെടുത്താനാണ് പറഞ്ഞത്. എല്ലാവരും ക്രിസ്ത്യാനിയാക്കാന്നല്ല പറഞ്ഞത്, എല്ലാവരും ശിക്ഷപ്പെടുത്തുക. ശിഷ്യന്മാരാണ് നമ്മൾ ഭക്തരോ അനുയായികളോ മാത്രമല്ല, നമ്മൾ ശിഷ്യന്മാരാണ്. ഗുരു ശിഷ്യൻ ആ തരത്തിലാണ്. ആ ഗുരു പോയ അതിൻ്റെ ആ ഒരു ചിത്രം, ഇത് ഞാൻ വരച്ചൊരു ചിത്രമാണ്. ഞാൻ വരച്ച ചിത്രം തന്നെ കവർ പേജിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഗുരു പോകുന്നു, നമ്മൾ ശിഷ്യന്മാരായി പുറകെ പോകുന്നു. ആ സങ്കല്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ചിത്രം വരച്ചിരിക്കുന്നത്. അക്രിലിക്കിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണിത്. ഈ പഴയ നിയമത്തിൽ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളില്ല എന്നാണ് പലരും വിചാരിക്കണേ. എന്നോട് ഒരാൾ ചോദിച്ചു, ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു, ആദാം പിഴച്ചു പോയി, പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കിയത്? അങ്ങനെ ഒരു പൂർത്തിയാകലുടെ ചരിത്രം എങ്ങനെയാണ് കാണാൻ കഴിയുക? ഈ ഉൽപ്പത്തി ഗ്രന്ഥം 3:15 കൂടാതെ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും, അവൻ നിന്റെ സ്ത്രീയുടെ സന്തതിൻ്റെ തല തകർക്കും, നിനക്ക് അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കാൻ കഴിയൂ. അത് കൂടാതെ മറ്റേത് തരത്തിലാണ് കർത്താവിൻ്റെ പദ്ധതി മുന്നോട്ട് പോയത്? ആദാം പാപം ചെയ്തു, ഹവ്വ പാപം ചെയ്തു, എന്നിട്ടും ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയായത് എങ്ങനെയാണ്? പഴയ നിയമത്തിലും ഈ ദൈവത്തിന് ശിഷ്യന്മാരുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിനു കൂടിയുള്ള ഉത്തരമാണ് ഡിസൈപ്പിൾഷിപ്പ് ഇൻ ദ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റ്. അപ്പോൾ ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഈ ആദാമിൻ്റെ കഥയിൽ നിന്ന് ശിഷ്യന്മാരുടെ കർത്താവിൻ്റെ കഥയിലൂടെ പോയി ശിഷ്യന്മാരുടെ കഥയിലൂടെ അങ്ങനെ പോകുന്നതാണ്. ഒരു സമഗ്രമായ പഠനമാണ്. 470 പേജുകളുണ്ട്. 470 പേജുകളുള്ള ഒരു ഇതാണ്. ഇത് പോളിഷ് ഭാഷയിലേക്ക് ഇത് ഓൾറെഡി തർജ്ജമ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല, തർജ്ജമ ചെയ്ത് കറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ശിഷ്യത്വത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു പുസ്തകമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് അറിയുന്നവർ വാങ്ങിച്ച് വായിക്കുക, പ്രചരിപ്പിക്കുക. ഇംഗ്ലീഷ് അറിയുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് സമ്മാനമായി കൊടുക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ സുവിശേഷ പ്രഘോഷണം നിങ്ങൾക്കതുപോലെ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് വചനം പ്രഘോഷിക്കുന്ന ഭാഗമാണ് ഒരു പുസ്തകം സമ്മാനമായി കൊടുക്കുന്നത്. കത്തോലിക്കരുടെ ഇടയിൽ പൊതുവെ പുസ്തക വായന കുറവാണ്. പുസ്തകം പ്രചരിപ്പിക്കലും പ്രോത്സാഹിപ്പിക്കലും കുറവാണ്. ഞങ്ങൾക്ക് വികാരിച്ചിട്ടുണ്ട്, അത് മതിയെന്ന് വിചാരിക്കുന്നവരാണ് കുറേ പേര്. ഇപ്പം അത് മാറി വരുന്നുണ്ട്. ഇപ്പോൾ അൽമായർ പ്രബുദ്ധരായി വരുന്നു. അൽമായർ തന്നെ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവർക്കും അച്ഛന്മാരുണ്ടെങ്കിൽ അച്ഛന്മാരെല്ലാവരും തന്നെ ഈ കോപ്പികൾ വാങ്ങിക്കണം എന്നാണ് ഞാൻ പറയുക. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇത് ഒരുപാട് സ്ഥലത്തെ ക്ലാസ്സുകൾ എടുത്തിട്ട് അവരാവശ്യപ്പെട്ടിട്ടാണ് ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നത്. എങ്ങനെയാണ് ഇത്രമാത്രം പുസ്തകങ്ങൾ എഴുതണമെന്ന് ചോദിച്ചാൽ, എനിക്ക് സമയമല്ല ആവശ്യം. സമയം എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. ഒരു 2-2.5 മണിക്കൂറാണ് എനിക്ക് ഉറങ്ങുണ്ടോ കാര്യമുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സമയം തന്നെ കണ്ടെത്തും. ഇത് അവരിൽ നിന്ന് അച്ചോ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് എഴുതി കിട്ടിയാൽ കൊള്ളാമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇത്രമാത്രം ഞാൻ ഗ്രന്ഥങ്ങൾ എഴുതാൻ കാരണം. ഞാൻ പറയുന്ന ആ വ്യാഖ്യാനങ്ങൾ ക്ലാസ്സിൽ വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെയല്ല. നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ കുറേ വ്യത്യാസമുണ്ടല്ലോ. ആ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഉൾക്കാഴ്ചകളൊന്ന് എഴുതി കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇറക്കുന്നതാണെങ്കിലും ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. ഒരു 10 DVD ഉണ്ട്. അത് ഇറക്കിയതാണെങ്കിലും ഇതോ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ്. അവരാവശ്യപ്പെടുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാനൊരു പുസ്തകം എഴുതിയിട്ട് പഠിപ്പിക്കുകയല്ല, പഠിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവരാവശ്യപ്പെട്ടിട്ട് പുസ്തകം ഇറക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ ഉൾക്കാഴ്ചകൾ, ധാരാളം ഉൾക്കാഴ്ചകൾ, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഉൾക്കാഴ്ചകൾ കിട്ടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എനിക്കങ്ങനെ ഉൾക്കാഴ്ച പരിശുദ്ധാത്മ നൽകിയത് കൊണ്ടാണ് ഞാൻ ആ പുസ്തകം എഴുതാൻ തയ്യാറാകുന്നത്. എനിക്കങ്ങനെ പുതിയൊരു ഉൾക്കാഴ്ചയില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളതെങ്കിൽ ഞാനൊരു പുസ്തകം എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ പുതിയ ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ അത് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ ചേർന്ന് പോകുന്നതാണ് എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി. കാരണം അങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ട് ഞാൻ ഇതുവരെ നിലപാടെടുക്കില്ല. അങ്ങനെ നിലപാടെടുത്തവർക്കെതിരെയാണ് ഞാൻ നിലപാടെടുത്തിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ നിലപാടിന് എതിരെ നിൽക്കുന്നവർക്കെതിരെയാണ് ഞാൻ. എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയോട് ചേർന്ന് പോകുന്നതാണ്. അതേസമയം തന്നെ പുതിയ ഉൾക്കാഴ്ചകൾ, സഭയുടെ കാര്യങ്ങൾക്ക് തന്നെ പുതിയ ഉൾക്കാഴ്ചകൾ കണ്ടെത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് പുതിയ ഗ്രന്ഥങ്ങൾ രചിക്കുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം, നമ്മൾ വെറുതെ
അല്ലേ, ക്രിസ്തുവിൻ്റെ വെറും അനുയായികളല്ല നമ്മൾ, ഭക്തരല്ല നമ്മൾ, ശിഷ്യന്മാരാണ്. ആ ശിഷ്യത്വം മനസ്സിലാക്കാൻ, എന്താണ് ശിഷ്യത്വം എന്ന് മനസ്സിലാക്കാൻ, പിന്നെ ഓരോ സുവിശേഷത്തിലും ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ അതെല്ലാം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുവിശേഷ പ്രഘോഷണം, സ്ഥായിയായി സുവിശേഷ പ്രഘോഷണത്തിന് പുസ്തകങ്ങൾ ആവശ്യമാണ്. അത് നിങ്ങൾ വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക. ഇംഗ്ലീഷിൽ വായിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അങ്ങനെ നിങ്ങളും ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാകുക. മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. എല്ലാവരെയും ശിഷ്യപ്പെടുത്തുക. ഇത് കർത്താവിൻ്റെ ഒരു ഉത്തരവാണ്, ഒരു കൽപ്പനയാണ്. ആ കൽപ്പന നമുക്ക് അനുസരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.